ഹലോ, വെൽക്കം ടു സ്കൂൾ മീഡിയ ചാനൽ. ഇന്നിവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ അനുനാദം, സ്വാഭാവിക ആവൃത്തി, പ്രണോദിത കമ്പനം എന്ന ഭാഗത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് എന്താണെന്ന്. അപ്പോൾ അതുമായി ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പറയാം ആദ്യം സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന്. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു, ഒരു വസ്തു എങ്ങനെയാണ് ശബ്ദം പുറപ്പെടുവിക്കുക? ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ എന്തുണ്ടാവുള്ളൂ? സൗണ്ട് ഉണ്ടാവുകയുള്ളൂ. കമ്പനം ചെയ്യുമ്പോൾ ആ വസ്തുവിന് എന്തും ഉണ്ടാകും? ഒരു സ്വാഭാവിക ആവൃത്തി എന്ന് വെച്ചാൽ ഒരു കമ്പന ആവൃത്തി ഉണ്ടാവും. ഞാൻ ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിക്കുകയാണ്. ഈ ഒരു ബോർഡ് എക്സാമ്പിൾ ആക്കി എടുക്കാം. ഞാൻ ഈ ബോർഡിന് എന്തെങ്കിലും കമ്പനം ചെയ്യിച്ചു. ഇപ്പോൾ ഈ ബോർഡ് കമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് അതിലൊരു ആവൃത്തി ഉണ്ടാവും. അതിന്റെ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യാം. അങ്ങനെ ഓരോ വസ്തുവും സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യുന്ന ആവൃത്തിയെ പറഞ്ഞ പേരാണെന്ത്? സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് is the frequency at which it vibrates freely. ഒരു വസ്തു ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയെ പറഞ്ഞ പേരാണെന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. അതുപോലെ തന്നെ അടുത്തത് പഠിക്കാനുള്ളതാണെന്ത്? പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ശ്രദ്ധിക്കാം. പ്രണോദിത കമ്പനം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു ഡെസ്ക് ഞാൻ എടുത്തു. ഈ ഡെസ്കിന്റെ സ്വാഭാവിക ആവൃത്തി 500 ഹെർട്സ് ആണ്. ഈ ഡെസ്കിന്റെ സ്വാഭാവിക ആവൃത്തി 500 ഹെർട്സ് ആണ്. എന്താണ് സ്വാഭാവിക ആവൃത്തി? നമ്മൾ മുമ്പ് പറഞ്ഞു. എന്താണ്? ഒരു വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യുന്ന ആവൃത്തിയാണ് അതിന്റെ സ്വാഭാവിക ആവൃത്തി. ഈ ഡെസ്കിന്റെ സ്വാഭാവിക ആവൃത്തി 500 ഹെർട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഡെസ്കിനെ ഞാൻ സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കുകയാണെങ്കിൽ അത് ഏത് ആവൃത്തിയിലാണ് കമ്പനം ചെയ്യുക? 500 ഹെർട്സിലായിരിക്കും. ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഞാൻ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്ത്. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ സ്വാഭാവിക ആവൃത്തി 200 ഹെർട്സ് ആണ്. എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് 200 ഹെർട്സിലായിരിക്കും കമ്പനം ചെയ്യാം. അടുത്തതായി ഞാൻ ഈ ട്യൂണിംഗ് ഫോർക്കിനെ കമ്പനം ചെയ്യിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്യൂണിംഗ് ഫോർക്ക് 200 ഹെർട്സിൽ ആവൃത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? കമ്പനം ചെയ്യുന്നുണ്ടാവും. ഈ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് ഞാൻ ഈ ഡെസ്കിനെ കമ്പനം ചെയ്യിച്ചാൽ എന്റെ ചോദ്യം ഇതാണ്: ഡെസ്ക് ഏത് ആവൃത്തിയിൽ കമ്പനം ചെയ്യും? നമുക്ക് മുമ്പിൽ 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഡെസ്കിന്റെ സ്വാഭാവിക ആവൃത്തിയായ 500 ഹെർട്സ്, അതല്ലെങ്കിൽ ട്യൂണിംഗ് ഫോർക്കിന്റെ സ്വാഭാവിക ആവൃത്തിയായ 200 ഹെർട്സ്. ഏതിലായിരിക്കും കമ്പനം ചെയ്യാം? 500 ഹെർട്സിലാവോ? ആവോ? ഇല്ല. കാരണം എന്താ? 500 ഹെർട്സിൽ ഈ ഡെസ്ക് കമ്പനം ചെയ്യും. എപ്പോ മാത്രം? അതിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കുകയാണെങ്കിൽ. എന്നാൽ ഞാൻ ഇതിനെ സ്വതന്ത്രമായിട്ടാണോ കമ്പനം ചെയ്യിക്കുന്നത്? അല്ല. കമ്പനം ചെയ്യുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനെ കമ്പനം ചെയ്യിക്കുന്നത്. അങ്ങനെ കമ്പനം ചെയ്യിക്കുമ്പോൾ ഏത് ആവൃത്തിയിലായിരിക്കും ഡെസ്ക് കമ്പനം ചെയ്യുക? എന്തുപയോഗിച്ചിട്ടാണോ ഞാൻ കമ്പനം ചെയ്യിച്ചത് അതിന്റെ ആവൃത്തി എന്ന് വെച്ചാൽ ഏത് ആവൃത്തി? 200 ഹെർട്സിലായിരിക്കും ഡെസ്ക് കമ്പനം ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ, ഡെഫിനിഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കമ്പനം ചെയ്യുന്ന ഒരു വസ്തു എന്ന് വെച്ചാൽ ഇവിടെ ട്യൂണിംഗ് ഫോർക്ക്, ഓക്കെ ആണോ? കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു എന്താണ്? ഡെസ്ക്. ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഡെസ്ക് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു ഏത് ആവൃത്തിയിലെ കമ്പനം ചെയ്യാം? ഏത് ആവൃത്തിയാണ് എന്ന് വെച്ചാല് പ്രേരണം ചെലുത്തുന്ന വസ്തു, ഇവിടെ പ്രേരണം ചെലുത്തുന്ന വസ്തു ഏതാണ്? ട്യൂണിംഗ് ഫോർക്ക്. അതിന്റെ ആവൃത്തിയിൽ കമ്പനം ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു ഏത് ആവൃത്തി? പ്രേരണം ചെയ്യിക്കുന്ന വസ്തുവിന്റെ ആവൃത്തിയിൽ കമ്പനം ചെയ്യുക. അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം. ഓക്കെ ആണോ? അങ്ങനെ ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഞാൻ വേറെ ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് 400 ഹെർട്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക്. എന്താണ് ഇതിന് 400 ഹെർട്സ്? എന്നിട്ട് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തി 400 ഹെർട്സ് എന്ന് പറയാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് ഏത് ആവൃത്തിയിലെ കമ്പനം ചെയ്യാം? 400 ഹെർട്സ്. കാരണം അതിന്റെ സ്വാഭാവിക ആവൃത്തി എത്രയാണ്? 400 ഹെർട്സ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി ഈ 400 ഹെർട്സ് ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ കമ്പനം ചെയ്യിച്ച് ഈ മേശമ കൊണ്ടുവച്ചു. മേശ കമ്പനം ചെയ്യും അല്ലെങ്കിൽ ഡെസ്ക് കമ്പനം ചെയ്യും. ഡെസ്ക് ഏത് ആവൃത്തിയിലെ കമ്പനം ചെയ്യാം? 400 ഹെർട്സ്. കാരണം എന്താണ്? പ്രണോദിത കമ്പനം. എന്താ പ്രണോദിത കമ്പനം? കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു ഏതിന്റെ ആവൃത്തി? പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് എന്ത്? പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ.
അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? അനുനാദം. അനുനാദം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ അടുത്തൊരു 24 എടുത്ത് ഇവിടെ എ ബി സി, മൂന്നാമത്തെ 24. മൂന്നാമത്തെ 24ന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ 24ന്റെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി 500 ഹെർട്സ് ആണ്. ഈ 24ന്റെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്? 500 ഹെർട്സ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ്? ഈ 24നെ ഞാൻ സ്വതന്ത്രമായി കമ്പനം ചെയ്യിക്കുകയാണെങ്കിൽ അത് ഏത് ആവൃത്തിയിൽ കമ്പനം ചെയ്യും? 500 ഹെർട്സ് ആവൃത്തിയിൽ കമ്പനം ചെയ്യും. ഓക്കെ ആണോ? ഞാൻ ഈ 24നെ കമ്പനം ചെയ്യിച്ചു. ഇപ്പൊ ആ 24 ഇങ്ങനെ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 24നെ എവിടെ കൊണ്ടുവച്ച്? ഈ ഡെസ്കിനെ കൊണ്ടുവച്ച്. നിങ്ങൾക്കറിയാം ഡെസ്ക് എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. എന്റെ ചോദ്യം ഇതാണ്, ഡെസ്ക് ഏത് ആവൃത്തിയിലാണ് കമ്പനം ചെയ്യുക? നിങ്ങൾക്കറിയാം ഏതിന്റെ ആവൃത്തിയിൽ? 24ന്റെ ആവൃത്തി. കാരണം പ്രണോയിത നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ 3 24 എടുത്ത് നോക്കുമ്പോൾ ഈ മൂന്നാമത്തെ കേസ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താ പ്രത്യേകത? നിങ്ങൾക്കറിയാം കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും കൂടാതെ പ്രണോയിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു ഡെസ്ക് അതിന്റെ സ്വാഭാവിക ആവൃത്തിയും എന്താണ്? തുല്യമാണ്. ശരിയല്ലേ? ഇങ്ങനെ തുല്യമാണെങ്കിൽ നമ്മൾ പറയുന്ന പ്രതിഭാസമാണ്, അല്ലെങ്കിൽ പറയുന്ന പേരാണ് എന്ത്? അനുനാദം. എന്താണ് അനുനാദം വെച്ചാൽ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് വസ്തുക്കളും എന്തിലാണ്? അനുനാദത്തിലാണ്. ഈ അനുനാദത്തിലാവുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു ഏതാണ്? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു ഡെസ്ക്. ശരിയല്ലേ? അത് അതിന്റെ പരമാവധി ആയതിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഇതിനെ പറഞ്ഞ പേരാണ് എന്ത്? അനുനാദം. ഓക്കെ, വീണ്ടും പറഞ്ഞാൽ ഫസ്റ്റ് സ്വാഭാവിക ആവൃത്തി, പിന്നെ പ്രണോദിത കമ്പനം, പിന്നെ അനുനാദം. എന്താണ് സ്വാഭാവിക ആവൃത്തി എന്നാൽ? ഒരു വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആവൃത്തി, അല്ലെങ്കിൽ ഒരു വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ആവൃത്തിയെ പറഞ്ഞ പേരാണ് എന്ത്? സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞത്? കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു ഏത് ആവൃത്തിയിൽ? പ്രേരണം ചെയ്യിക്കുന്ന വസ്തുവിന്റെ അതേ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. എന്നാൽ അനുനാദം എന്ന് വെച്ചാൽ എന്താണ്? കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായ നമുക്ക് എന്ത് പറയാം? ആ രണ്ടു വസ്തുക്കളും അനുനാദത്തിലാണ്. അനുനാദത്തിലാവുമ്പോൾ അത് അതിന്റെ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു അതിന്റെ പരമാവധി ആയതിൽ കമ്പനം ചെയ്യും. കൂടാതെ അനുനാദത്തിന് 2-3 ഉദാഹരണങ്ങളും പഠിച്ചു വെക്കാം. ഈ അനുനാദത്തിന് ഉദാഹരണങ്ങളാണ്: ഒന്ന്, പട്ടാളക്കാരെ തൂക്കുപാലത്തിലൂടെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാറില്ല. കാരണം അനുനാദമാണ്. കാരണം അവർ മാർച്ച് ചെയ്തു പോകുമ്പോൾ അവരുടെ ആ ആവൃത്തിയും തൂക്കുപാലത്തിന്റെ ആവൃത്തിയും തുല്യമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തുവരെ നമ്മൾ അനുനാദത്തിലാണ്. അനുനാദത്തിലാവുമ്പോൾ ഞാൻ പറഞ്ഞോ, ആ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു അതിന്റെ പരമാവധി ആയതിൽ കമ്പനം ചെയ്യുന്നു. അങ്ങനെ പരമാവധി ആയതിൽ കമ്പനം ചെയ്യുകയാണെങ്കിൽ തൂക്കുപാലം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് പട്ടാളക്കാരെ തൂക്കുപാലത്തിലൂടെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തത്. കൂടാതെ ഇടിനാദം ഉണ്ടാകുമ്പോൾ ജനാലകൾ കുലുങ്ങി ശബ്ദമുണ്ടാക്കുന്നതും സോണോമീറ്റർ, റെസണൻസ് കോളം ഇതൊക്കെ അനുനാദത്തിന് മറ്റുദാഹരണം. അടുത്തതായി പറയാനുള്ളത് ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്ററിലെ ലാമ്പുകളെ കുറിച്ചാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പരിചയപ്പെടുന്നത് ഇൻകാൻഡസെന്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, ഫിലമെന്റ് ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, ആർക്ക് ലാമ്പ്, LED എന്നീ ലാമ്പുകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ചും ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചും ഫ്ലൂറസെന്റ് ലാമ്പിനെ കുറിച്ചും ചില കാര്യങ്ങൾ. അതിനെ കുറിച്ചുള്ള ഐഡിയകളാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇൻകാൻഡസെന്റ് ലാമ്പ് ഫസ്റ്റ് പറയാം. നിങ്ങൾക്കറിയാം ഇൻകാൻഡസെന്റ് ലാമ്പിൽ മെയിൻ ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളുള്ളത്? ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഒരു ഫിലമെന്റ് ഉണ്ടാകും, ഒരു ചെമ്പ് കമ്പി ഉണ്ടാകും, കോപ്പർ വയർ. ഈ ഫിലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ മറ്റൊരു പേരാണ് ഫിലമെന്റ് ലാമ്പ്. ഓക്കെ ആണോ? ഈ ഫിലമെന്റ് ചുട്ടുപഴുത്തിട്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പിൽ പ്രകാശം പുറത്തേക്ക് വരുന്നത്. ശരിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിലമെന്റ് എന്തുപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇൻകാൻഡസെന്റ് ലാമ്പിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന ലോഹം ഉപയോഗിച്ചിട്ടാണ്. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന ലോഹം ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ടങ്സ്റ്റൺ എന്ന ലോഹം ഉപയോഗിക്കാൻ കാരണം, അല്ലെങ്കിൽ ടങ്സ്റ്റൺ എന്ന ലോഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? എക്സാമിന് പലവട്ടമായി ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ഈ ഫിലമെന്റ് ആയി ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകതകൾ. കാരണം ഒന്ന്, ടങ്സ്റ്റന്റെ ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. ഹൈ ഡക്റ്റിലിറ്റി, നേർത്ത കമ്പികളാക്കാനുള്ള കഴിവ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്,
ഉയർന്ന ദ്രവണാംഗം, ചുട്ടുപഴുത്ത് ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്. ഓക്കെ ആണോ? ഇതൊക്കെയാണ് ടങ്സ്റ്റൺ ആയിട്ട് ഫിലമെന്റ് ലാമ്പായി ടങ്സ്റ്റൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിലമെന്റ് ആയി ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണങ്ങൾ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൽ പഠിച്ചു വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഫിലമെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസൻ ലാമ്പ് ഇതിനെ വായുശൂന്യമാക്കിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അതിനുള്ള വായു ഒഴിവാക്കിയിട്ടുണ്ടാവും, വാക്വം ക്രിയേറ്റ് ചെയ്യും. എന്തിനാന്ന് ചോദിക്കും എക്സാമിന്. ഓക്സീകരണം കുറക്കാൻ അല്ലെങ്കിൽ ഓക്സീകരണം തടയാൻ വേണ്ടിയാണ് ഇൻകാൻഡസൻ ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിനെ വായുശൂന്യമാക്കിയിട്ടുണ്ടാവുക. പകരം ഇതിലേക്ക് നടക്കുന്ന സംഭവമാണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്. എന്തിനാണെന്ന് വെച്ചാൽ ബാഷ്പീകരണം കുറക്കാൻ വേണ്ടിയാണ് ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ നടക്കുന്നത്. ഓക്കെ ആണോ? ഈ ലാമ്പ് ഇപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാ കാരണം അല്ലെങ്കിൽ അതിന് കാരണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന് ചോദിക്കും ഇൻകാൻഡസൻ ലാമ്പിന്റെ ന്യൂനതകൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ഇൻകാൻഡസൻ ലാമ്പിൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം കൂടുതലാണ്. ഈ ലാമ്പ് ഒരു 10 മിനിറ്റ് നേരം ഓണാക്കാം, എന്നിട്ട് ജസ്റ്റ് ചെയ്യുമ്പോൾ പോയി തൊട്ട് നോക്കാം, നല്ല ചൂടുണ്ടാവും. ഒരിക്കലും ബൾബ് അല്ലെങ്കിൽ ലാമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് താപത്തിനും വേണ്ടിയല്ല, പ്രകാശത്തിനും വേണ്ടിയാണ്. ശരിയല്ലേ? ഈ ഇൻകാൻഡസൻ ലാമ്പിന്റെ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം കൂടുതലായിരിക്കും. കൂടാതെ കൂടിയ ഊർജ്ജോപയോഗം കൂടുതലായിരിക്കും. അതേപോലെ മങ്ങിയ പ്രകാശം, നിഴല് കൂടുതലായിരിക്കും. ഇത്രയും ദോഷങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇൻകാൻഡസൻ ലാമ്പ് അധികം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഇൻകാൻഡസൻ ലാമ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇൻകാൻഡസൻ ലാമ്പിന്റെ മെയിൻ ഭാഗമാണ് ഫിലമെന്റ്. ഫിലമെന്റ് ഉള്ളത് കൊണ്ട് അതിന്റെ മറ്റൊരു പേരാണ് ഫിലമെന്റ് ലാമ്പ്. ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റന്റെ പ്രത്യേകതകളാണ് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ ഡക്റ്റിലിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാംഗം, നേർത്ത കമ്പികളാക്കാനുള്ള കഴിവ്, ചുവന്ന ചുട്ടുപഴുത്ത് ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഓക്കെ ആണോ? അടുത്ത ലാമ്പിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് പഠിക്കുമ്പോൾ ഡിസ്ചാർജ് ലാമ്പിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. ഈ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് അഗ്രങ്ങളിലായിട്ട് 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും. കൂടാതെ ഇതിനുള്ളിൽ ഒരു വാതകം നിറച്ചിട്ടുണ്ടാവും, ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു ഗ്ലാസ് ട്യൂബ്, 2 അഗ്രങ്ങളിൽ ഇലക്ട്രോഡ്, ഉള്ളിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഈ ഗ്യാസിനനുസരിച്ച് നിറം മാറും. അത് നമുക്ക് ലാസ്റ്റ് തിരിച്ചു വരും അതിലേക്ക്. വർക്കിംഗ്, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോഡുകളിലേക്ക് ഞാൻ എന്ത് കൊടുക്കുമ്പോൾ, കറന്റ് കൊടുക്കുമ്പോൾ, വൈദ്യുതി കടത്തിവിടുമ്പോൾ, ഈ ഇലക്ട്രോഡുകളിലേക്ക് വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ അവക്കിടയിൽ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവും. ഡിസ്ചാർജ് ലാമ്പിലെ ഇലക്ട്രോഡുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുമ്പോൾ അവക്കിടയിൽ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകും. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം കാരണം ഇതിനുള്ളിലെ വാതകം എന്ത് ചെയ്യും? അയോണീകരിക്കപ്പെടും, അയോണൈസ് ചെയ്യും. ഇങ്ങനെ അയോണീകരിച്ച ആറ്റങ്ങൾ എന്ത് ചെയ്യും? ഇതിലൂടെ അതിവേഗം ചലിക്കുകയും ഇതിനുള്ളിൽ എന്തും ഉണ്ടാകും? അയോണീകരിക്കാത്ത ആറ്റങ്ങളും ഉണ്ടാകും. ഇതിനുള്ളിൽ അയോണീകരിക്കാത്ത ആറ്റങ്ങളും ഉണ്ടാകും. ഈ അയോണീകരിച്ച ആറ്റം അതിവേഗം ചലിച്ച് എന്തുമായിട്ട് കൂട്ടിമുട്ടും? അയോണീകരിക്കാത്ത ആറ്റവുമായിട്ട് കൂട്ടിമുട്ടും. ഈ കൂട്ടിമുട്ടൽ മൂലം, ഈ സംഘടന മൂലം ഈ അയോണീകരിക്കാത്ത ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് ഉയർന്ന ഊർജ്ജം കിട്ടും. എന്ന് വെച്ചാൽ ഈ കൂട്ടിമുട്ടൽ മൂലം അയോണീകരിക്കാത്ത ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് ഉയർന്ന ഊർജ്ജം കിട്ടും. വീണ്ടും പറഞ്ഞുതരാം. ഡിസ്ചാർജ് ലാമ്പിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും, 2 അഗ്രങ്ങളിൽ ഇലക്ട്രോഡ് ഉണ്ടാവും, അവക്കിടയിൽ ഒരു വാതകം നിറച്ചിട്ടുണ്ടാവും. ഇലക്ട്രോഡുകളിലേക്ക് നമ്മൾ വൈദ്യുതി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കാരണം എന്ത് ചെയ്യും? അവക്കിടയിലെ വാതകം അയോണീകരിക്കപ്പെടും. ഓക്കെ ആണോ? ഈ അയോണീകരിച്ച ആറ്റം എന്ത് ചെയ്യും? അതിവേഗം ചലിക്കും. എന്തുമായിട്ട് കൂട്ടിമുട്ടും? അയോണീകരിക്കാത്ത ആറ്റവുമായിട്ട് കൂട്ടിമുട്ടും. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അയോണീകരിക്കാത്ത ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ഉയർന്ന ഊർജ്ജ നിലയിലെത്തും. ഓക്കെ ആണോ? ഒരു ഉദാഹരണം വെച്ച് പറയാം. ഇതിന്റെ ഊർജ്ജം ആദ്യം 10 ആണെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിന്റെ ഊർജ്ജം ആദ്യം 10 ആണെന്ന് വിചാരിക്കാം. ഈ കൂട്ടിമുട്ടൽ മൂലം ഇതിന്റെ ഊർജ്ജം എത്ര ആയിക്കണേ? 30 ആയിക്കണമെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അയോണീകരിക്കാത്ത ആറ്റം അത് എപ്പോഴും സ്ഥിരത എപ്പോഴും അതിന്റെ 10 എന്ന എനർജി ലെവലിലാണ്. അപ്പൊ ഈ 30 ഒരാൾക്ക് ഒരിക്കലും 10 എന്ന എനർജി ലെവലിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? ആ എനർജി 30 10 ആക്കണമെങ്കിൽ അതിന് എത്ര കളയണം? തിരിച്ച് 10ലേക്ക് വരണമെങ്കിൽ എത്ര കളയണം? 20ഓളം എനർജി കളയണം. ശരിയല്ലേ? അപ്പൊ എന്തെന്ന് വെച്ചാൽ ഈ 30 ഊർജ്ജമുള്ള അയോണീകരിക്കാത്ത ആറ്റം അതിന് 30 ഊർജ്ജം എങ്ങനെ കിട്ടിയത്? കൂട്ടിമുട്ടൽ മൂലം. ഈ 30 ഊർജ്ജമുള്ള അയോണീകരിക്കാത്ത ആറ്റം അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോൾ കിട്ടിയ ഊർജ്ജം എങ്ങനെയെങ്കിലും കളയണം. എന്ന് വെച്ചാൽ ഇവർക്ക് എക്സ്ട്രാ കിട്ടിയ എത്രയാണ് ഇപ്പോ? 20 ഊർജ്ജം. ആ 20 ഊർജ്ജം അവർ എങ്ങനെ കളയും? പ്രകാശോർജ്ജമായിട്ട് കളയും. ഏകദേശം ആ പ്രകാശമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ലാമ്പിൽ നിന്നും കിട്ടുന്നത്. ഒന്നും കൂടി പറഞ്ഞു തരാം. ഡിസ്ചാർജ് ലാമ്പിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും, 2 അഗ്രങ്ങളിൽ ഇലക്ട്രോൺ ഉണ്ടാവും, അവക്കിടയിൽ ഒരു വാതകം നിറച്ചിട്ടുണ്ടാവും.
ഈ ഇലക്ട്രോണുകളിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കാരണം അവക്കിടയിലെ വാതകം അയോണീകരിക്കും. അയോണീകരിച്ച ആറ്റങ്ങൾ അതിവേഗം ചലിക്കുകയും അതിനുള്ളിലെ അയോണീകരിക്കാത്ത ആറ്റങ്ങളുമായിട്ട് കൂട്ടിമുട്ടും. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അയോണീകരിക്കാത്ത ആറ്റം ഉയർന്ന ഊർജ്ജനിലയിലെത്തും. അവർക്ക് സ്ഥിരത എപ്പോഴും അതിന്റെ പൂർവ്വസ്ഥിതിയിലാണ്. അത് പണ്ട് എവിടെയായിരുന്നു ആ ലെവലിലേക്ക് തിരിച്ചു വരാൻ താല്പര്യം, ശരിയല്ലേ? അപ്പോ ഈ ഉയർന്ന ഊർജ്ജനിലയിലെത്തിയ അയോണീകരിക്കാത്ത ആറ്റത്തിലെ ഇലക്ട്രോണുകൾ അവയുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടിയ ഊർജ്ജമുണ്ടല്ലോ, അത് എന്ത് ഊർജ്ജമായിട്ട് പുറന്തള്ളും? പ്രകാശോർജ്ജമായിട്ട്. ആ പ്രകാശമാണ് ഈ ലാമ്പിൽ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം. ഓക്കെ ആണോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഡിസ്ചാർജ് ലാമ്പിൽ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ച് അതിന്റെ നിറം മാറിക്കൊണ്ടിരിക്കും. ഇതിലേക്ക് ഹൈഡ്രജൻ നിറക്കുകയാണെങ്കിൽ ഏത് നിറം? നൈട്രജൻ. ഹൈഡ്രജൻ നിറക്കുകയാണെങ്കിൽ നീല നിറവും, നൈട്രജൻ നിറക്കുകയാണെങ്കിൽ ചുവപ്പും, സോഡിയം നിറക്കുകയാണെങ്കിൽ മഞ്ഞയും, ക്ലോറിൻ ആണെങ്കിൽ പച്ചയും, നിയോൺ ആണെങ്കിൽ ഓറഞ്ച് ചുവപ്പുമായിരിക്കും. ഓക്കെ ആണോ? അടുത്ത ലാമ്പിലേക്ക് വരാം. ഫ്ലൂറസൻ ലാമ്പ്. ഫ്ലൂറസൻ ലാമ്പിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. ഈ ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് അഗ്രങ്ങളിൽ ഹീറ്റിംഗ് കോയിലുകൾ ഉണ്ടാവും. ഫ്ലൂറസൻ ലാമ്പിന്റെ ഉള്ളിൽ ആ വെളുത്ത നിറത്തിൽ കാണുന്ന സാധനമാണ്, അല്ലെങ്കിൽ വെളുത്ത നിറത്തിൽ കാണുന്ന പദാർത്ഥമാണ് ഫ്ലൂറസൻ പദാർത്ഥം അല്ലെങ്കിൽ ഫ്ലൂറസൻ മെറ്റീരിയൽ. കൂടാതെ ഉള്ളിൽ ഒരു മെർക്കുറി ബാഷ്പവും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു ഫ്ലൂറസൻ ലാമ്പിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഗ്ലാസ് ട്യൂബ്, രണ്ട് അഗ്രങ്ങളിൽ ഹീറ്റിംഗ് കോയില്, ഗ്ലാസ് ട്യൂബിന് അകവശം ഫ്ലൂറസൻ പദാർത്ഥം, വെളുത്ത നിറത്തിൽ കാണുന്ന പദാർത്ഥമാണത്. ഫ്ലൂറസൻ പദാർത്ഥം പൂശിയിട്ടുണ്ടാകും. കൂടാതെ ഉള്ളിൽ മെർക്കുറി ബാഷ്പവും നിറച്ചിട്ടുണ്ടാകും. ഇനി എങ്ങനെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണുകൾ ഈ ഹീറ്റിംഗ് കോയിലിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ, ഫ്ലൂറസൻ ലാമ്പിലെ ഹീറ്റിംഗ് കോയിലിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ഹീറ്റിംഗ് കോയിൽ ചൂടായിട്ട് എന്ത് പുറത്തുവിടും? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും, ഇലക്ട്രോൺ ഉത്സർജിക്കും. ഫ്ലൂറസൻ ലാമ്പിലെ ഹീറ്റിംഗ് കോയിലിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ഹീറ്റിംഗ് കോയിൽ ചൂടായിട്ട് ഇലക്ട്രോണുകളെ പുറത്തുവിടും. ഈ ഇലക്ട്രോൺ അതിവേഗം ചലിക്കുകയും ഇതിനിടയിൽ അതിവേഗം ചലിക്കുകയും എന്തുമായിട്ട് കൂട്ടിമുട്ടുകയും ചെയ്യും? മെർക്കുറി ബാഷ്പവുമായിട്ട് എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. നമ്മൾ അവിടെ എങ്ങനെ പഠിച്ചത്? അയോണീകരിച്ച ആറ്റം അതിവേഗം ചലിക്കുകയും അയോണീകരിക്കാത്ത ആറ്റവുമായിട്ട് കൂട്ടിമുട്ടും, ശരിയല്ലേ? എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഹീറ്റിംഗ് കോയിലിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ഹീറ്റിംഗ് കോയിൽ ചൂടായി എന്ത് പുറത്തുവിടും? ഇലക്ട്രോൺ പുറത്തുവിടും. ഈ ഇലക്ട്രോൺ അതിവേഗം ചലിക്കുകയും എന്തുമായിട്ട് കൂട്ടിമുട്ടും? മെർക്കുറി ബാഷ്പവുമായിട്ട് കൂട്ടിമുട്ടും. ഈ സംഘടന മൂലം അല്ലെങ്കിൽ കൂട്ടിമുട്ടൽ മൂലം എന്തുണ്ടാകും? അദൃശ്യ കിരണങ്ങളായ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഉണ്ടാകും. ഓക്കെ ആണോ? ഈ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആര് ആഗിരണം ചെയ്യും? ഈ ഫ്ലൂറസൻ പദാർത്ഥം, നമ്മുടെ ഗ്ലാസിന്റെ അകവശം വെളുത്ത നിറത്തിൽ കാണുന്ന പദാർത്ഥമില്ലേ, ഫ്ലൂറസൻ പദാർത്ഥം, അത് പൂശിയിട്ടുണ്ടോ? ഈ ഫ്ലൂറസൻ പദാർത്ഥം ഈ അൾട്രാ വയലറ്റ് കിരണങ്ങളെ എന്ത് ചെയ്യും? ആഗിരണം ചെയ്ത് പകരം ദൃശ്യപ്രകാശം എന്ത് ചെയ്യും? പുറത്തുവിടും. ഇതാണ് ഫ്ലൂറസൻ ലാമ്പിന്റെ പ്രവർത്തനം. ഒന്നുകൂടി പറയാം. ഫ്ലൂറസൻ ലാമ്പിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും, രണ്ട് അഗ്രങ്ങളിൽ ഹീറ്റിംഗ് കോയിൽ, ഉള്ളിൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന പദാർത്ഥമാണ് ഫ്ലൂറസൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്ലൂറസൻ പദാർത്ഥം, ഉള്ളിൽ മെർക്കുറി ബാഷ്പം നിറച്ചിട്ടുണ്ടാവും. ഹീറ്റിംഗ് കോയിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ഹീറ്റിംഗ് കോയിൽ ചുറ്റുപോലത്തെ എന്ത് പുറത്തുവിടും? ഇലക്ട്രോൺ പുറത്തുവിടും. ഈ ഇലക്ട്രോൺ അതിവേഗം ചലിക്കുകയും എന്തുമായിട്ട് കൂട്ടിമുട്ടും? മെർക്കുറി ബാഷ്പമായിട്ട് കൂട്ടിമുട്ടും. അപ്പൊ എന്തുണ്ടാവും? അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉണ്ടാവും. ഈ അൾട്രാ വയലറ്റിനെ ആരാഗിരണം ചെയ്യും? ഫ്ലൂറസൻ പദാർത്ഥം ആഗിരണം ചെയ്ത് പകരം എന്ത് പുറത്തുവിടും? പ്രകാശം പുറത്തുവിടും. ഇതാണ് ഫ്ലൂറസൻ ലാമ്പിന്റെ പ്രവർത്തനം. ആധുനിക ഫ്ലൂറസൻ ലാമ്പുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോണിക് ചോക്ക്. ഉയർന്ന ആവൃത്തി, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന 50 ഹെർട്സ് ആവൃത്തിയെ ഉയർന്ന ആവൃത്തിയുള്ളതാക്കി മാറ്റാൻ വേണ്ടി ആധുനിക ഫ്ലൂറസൻ ലാമ്പുകൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോണിക് ചോക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബല്ലാസ്റ്റ്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്ലൂറസൻ ലാമ്പിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലൂറസൻ ലാമ്പിന്റെ ദോഷം എന്ന് വെച്ചാൽ ഫ്ലൂറസൻ ലാമ്പിൽ ഉണ്ടാകുന്ന മെർക്കുറി ബാഷ്പം അത് പരിസ്ഥിതിക്ക് ദോഷമായ പദാർത്ഥമാണ്. പിന്നീട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഹീറ്റിംഗ് കോയിൽ, ഫ്ലൂറസൻ ലാമ്പിലെ ഹീറ്റിംഗ് കോയിലിന് എന്ത് ലേപനം ചെയ്തിട്ടുണ്ടാവും? തോറിയം ഓക്സൈഡ് ലേപനം ചെയ്തിട്ടുണ്ടാവും. തോറിയം ഓക്സൈഡ്. ഇത് എന്തിനു വേണ്ടിയാണ് ലേപനം ചെയ്തതെന്ന് എക്സാമിന് ചോദിക്കും. എന്തിനു വേണ്ടിയാണ് തോറിയം ഓക്സൈഡ് ഹീറ്റിംഗ് കോയിലും പൂശിട്ടിരിക്കുന്നത്? കൂടുതൽ ഇലക്ട്രോൺ പുറത്തുവിടാൻ, ഇലക്ട്രോൺ ഉത്സർജന ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എക്സാമിന് ചോദിക്കും ഹീറ്റിംഗ് കോയിലുമേ ലേപനം ചെയ്ത പദാർത്ഥം ഏതെന്ന് വരും? തോറിയം ഓക്സൈഡ്. അത് എന്തിനു വേണ്ടിയാണ്? ഇലക്ട്രോൺ ഉത്സർജന ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൂറസൻ ലാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.